പതിയെ മനസ്സിലാവുന്നതാണ്. അപ്പോ തുടർക്കഥാ രചനയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ഒന്നാണ് ഒരു കഥ തുടങ്ങുന്നു എന്നത്. അപ്പോ ഉള്ളടക്ക ആസൂത്രണം എന്നത് ട്രെൻഡിങ് ആയിട്ടുള്ള ആശയങ്ങളും അതുപോലെ വായനക്കാര് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഉള്ളടക്കങ്ങളും കണ്ടെത്താനായിട്ട് AI ടൂളുകൾ നമ്മളെ സഹായിക്കുന്നതാണ്. അതായത് നമുക്കറിയാം എപ്പോഴും വായനക്കാർ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആശയങ്ങളോ അല്ലെങ്കിൽ ആ ഒരു വിഷയങ്ങളിൽ വേണം നമ്മൾ കൂടുതലായിട്ട് രചനകൾ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കേണ്ടത്. ഇതുമൂലമാണ് നമുക്ക് കൂടുതൽ വായനക്കാരിലേക്ക് എത്താനും അതുപോലെ തന്നെ കൂടുതൽ സമ്പാദ്യം നേടാനുമായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് പോലെ പ്രോംപ്റ്റിന് ഒരു ഉദാഹരണം നോക്കാം. ഇപ്പോൾ പ്രതിലിപി ആപ്പിലെ ട്രെൻഡിങ് ആയിട്ടുള്ള സെർച്ചുകളിൽ നിന്നും നമ്മൾ കണ്ടെത്തുന്നതാണ്. അതായത് നമുക്കൊരു പ്രോംപ്റ്റ് ആയിട്ട് കൊടുക്കാം AI ടൂളിൽ ഏതൊക്കെയാണ് ഇപ്പോൾ പ്രതിലിപിയിൽ ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ എന്നുള്ള രീതിയിൽ. അപ്പോ അതിന്റെ പ്രധാന വിഷയങ്ങൾ പറയൂ, അല്ലെങ്കിൽ കൂടാതെ കുറച്ച് ഏകവാക്യ കഥാഗതികളും തരുമെന്ന് പറയുമ്പോൾ AI ടൂൾ നമുക്ക് തരുന്ന വിഷയങ്ങളാണിത്. അപ്പോ മേജർ ട്രെൻഡിങ് തീംസ് ആണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത്. അതായത് റൊമാൻസിൽ എന്തൊക്കെയാണ് ഇപ്പോ ഒരു കഥകളില് എന്തൊക്കെ ടൈപ്പ് കഥകളാണ് കൂടുതലായിട്ട് വായനക്കാര് വായിക്കാൻ ഇഷ്ടപ്പെടുന്നത്, അല്ലെങ്കിൽ മിസ്റ്ററി ആൻഡ് ത്രില്ലറിൽ എന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്, ഒരു ഹിസ്റ്റോറിക്കൽ അല്ലെങ്കിൽ ഒരു ജിജ്ഞാസ ഉളവാക്കുന്ന ഒരു ഫിക്ഷൻ സ്റ്റോറി എങ്ങനെയായിരിക്കാം, ഒരു സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് പറയുന്ന ഒരു സ്റ്റോറി എങ്ങനെയായിരിക്കാം. അങ്ങനെ അതിലെ വ്യത്യസ്ത രീതിയിലുള്ള ടോപ്പിക്കുകളാണ് നമുക്ക് AI തരുന്ന ഈ പ്രോംപ്റ്റിൽ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു വൺ ലൈനർ, ഒരു വരിയില് നമുക്കൊരു പ്ലോട്ടിനെ കുറിച്ച് ഒരു ഐഡിയ പറയുമ്പോൾ AI ടൂൾ നമുക്ക് അതും നൽകി സഹായിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയാം, ഒരു സോഷ്യൽ റിയലിസത്തിനെ കുറിച്ചിട്ട് ഒരു വാക്യത്തിൽ നമുക്കൊരു ടോപ്പിക്ക്, നമ്മളൊരു കഥയുടെ ആശയം ചോദിക്കാൻ AI ടൂളിനോട്. അപ്പോ AI ടൂൾ നമുക്ക് തന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ഒരു വില്ലേജിലെ ഒരു ഗ്രാമത്തിലെ ഒരു യുവതിയാണ് നായിക. ആ നായികയ്ക്ക് വിദ്യാഭ്യാസം നേടണമെന്ന് വളരെ ആഗ്രഹമുണ്ട്. എന്നാൽ അവളുടെ വീട്ടുകാരും അതുപോലെ തന്നെ ഗ്രാമത്തിലുള്ളവർ ഇതിന് നേരെ എതിരാണ്. സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അടുക്കളയെ മാത്രം കൂടേണ്ടവരാണെന്ന് വിശ്വസിക്കുന്ന ഒരു സമൂഹത്തിലെ പ്രതിനിധീകരിക്കുന്ന ഒരാൾക്കാരാണ് അവര്. അപ്പൊ അതിനെ മറികടന്ന് അവൾ ജീവിതത്തിൽ എങ്ങനെ വിജയം നേടുന്നു എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിൽ പറയപ്പെടുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഗവേഷണവും സത്യാന്വേഷണവും. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഓരോ കഥ എഴുതുമ്പോഴും നമ്മൾ നമ്മുടേതായിട്ടുള്ള കുറെ ആശയങ്ങളും കുറച്ച് ചിലപ്പോൾ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഈ കാര്യങ്ങൾ സത്യമല്ലാത്ത കുറച്ചൊക്കെ ഭാവനകൾ ഉണ്ടായിരിക്കാം രചയിതാവിന്റെ. അല്ലാതെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അത് വിശ്വാസ്യത ഉള്ള രീതിയിൽ പറയാനായിട്ട് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കണം. നമ്മളിപ്പോ കൂടുതലായിട്ട് ഒട്ടും ഒരു ലോജിക്കൽ അല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ വായനക്കാരിൽ നമ്മുടെ വിശ്വാസ്യത നഷ്ടപ്പെടും. ഈ രചയിതാവിന്റെ രചനകൾ ശരിയല്ല, അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വസ്തുതകൾ ശരിയല്ല എന്നുള്ളൊരു തോട്ട് വായനക്കാരിൽ വരുമ്പോൾ അത് രചയിതാവിനെ തന്നെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ നമ്മളിപ്പോ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അറക്കൻ രാജവംശത്തെ കുറിച്ചിട്ട് നമ്മൾ രചയിതാവ് എഴുതാണ്. അപ്പൊ അതിനെ പറ്റിയുള്ള ചരിത്രപരമായ ആശയങ്ങൾ നമുക്ക് അറിയാനായിട്ട് നമുക്ക് AI ടൂളിന്റെ സഹായം ആവശ്യപ്പെടാം. AI ടൂള് അത് നമുക്ക് ഓരോന്നായിട്ട് വ്യക്തമാക്കി തരും. ആ സമയത്ത് ഉണ്ടായിരുന്ന സംസ്കാരം എങ്ങനെയാണ്, ആ തൊഴിൽ രീതികൾ എങ്ങനെയാണ്, അവരുടെ ജീവിത ഭാഷ എങ്ങനെയായിരുന്നു, ജീവിത രീതി എങ്ങനെയായിരുന്നു, ഭാഷ എങ്ങനെയായിരുന്നു, അവരുടെ ചരിത്രം എങ്ങനെയായിരുന്നു, അങ്ങനെ യഥാർത്ഥ വിവരങ്ങൾ നമുക്ക് തന്ന് AI ടൂൾ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ കഥാശീർഷകവും കവർ ചിത്രവും. ഇപ്പൊ ഒരു കഥയിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുക അതിന്റെ ശീർഷകവും അതുപോലെ അതിന്റെ കവർ ചിത്രമായിരിക്കും. കാരണം അതാണ് നമ്മൾ ആദ്യം വായനക്കാരിലേക്ക് എത്തുന്നത്. ആ കവർ ചിത്രം നല്ലതല്ലെങ്കിൽ ചില സമയത്ത് കഥ നല്ലതാണെങ്കിൽ പോലും വായനക്കാർ വായിച്ചു എന്ന് വരില്ല. അപ്പോ ഒരു കഥ ശീർഷകവും കവർ ചിത്രവും നമുക്ക് നല്ലത്, ആ ഒരു കഥയുമായിട്ട് ബന്ധപ്പെട്ടത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് AI ടൂളുകൾ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോ നമ്മുടെ കഥയിലെ ഒരു പ്രധാന ആശയം, ഒരു ഉള്ളടക്കം നമുക്ക് AI ടൂളിന് നൽകിക്കൊണ്ട് ഒരു കവർ ഇമേജോ അല്ലെങ്കിൽ ഒരു ശീർഷകവും ഇതുമായിട്ട് ബന്ധപ്പെട്ട നല്ലൊരു ക്യാച്ചി ആയിട്ടുള്ള വായനക്കാരിൽ ഒറ്റ നോട്ടത്തിൽ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു കവർ ഇമേജും കവർ ചിത്രവും നമുക്ക് AI ടൂൾ വഴി വികസിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇത് നമുക്ക് വായനക്കാരെ കൂടുതൽ നമ്മുടെ കഥയിലേക്ക് ആകർഷിക്കാൻ കാരണമാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് നോക്കുകയാണെങ്കിലാണ് പ്രമോഷൻ. ഏതൊരു കഥയുടെ വിജയത്തിലെയും നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രമോഷൻ ആവശ്യമാണ്. നമ്മുടെ ഈ പ്രമോഷന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് ഈ AI ടൂളുകൾ ഉപയോഗിക്കാവുന്നതാണ്.
അതായത് വായനക്കാരുടെ ശ്രദ്ധയിലേക്ക് ആകർഷിക്കാനും കൂടുതൽ വായനക്കാരിലേക്ക് നമുക്ക് എത്തിക്കാനും ചില സമയങ്ങളിൽ നമ്മുടെ കഥകള് നമുക്ക് തന്നെ വിഷമം വരുന്ന സാഹചര്യങ്ങൾ വരാം. എന്റെ കഥ കൂടുതൽ നല്ലതാണ്, എന്തുകൊണ്ട് എനിക്ക് വായനക്കാരിലേക്ക് എത്താൻ കഴിയുന്നില്ല എന്ന് പറയുന്ന ഒട്ടനേകം രചയിതാക്കളെ ഞങ്ങൾ കാണാറുണ്ട്. അതിന് പ്രധാന മാർഗമാണ് പ്രമോഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കഥകള് നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടെ ഷെയർ ചെയ്ത് അല്ലെങ്കിൽ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ കഥയിൽ നിന്ന് ഒരു ആകർഷകമായിട്ടുള്ള ഒരു ശീർഷകങ്ങള് അല്ലെങ്കിൽ ഒരു സ്നിപ്പറ്റുകൾ ഇതൊക്കെ എടുത്ത്, സ്നിപ്പറ്റ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ കഥയിലെ ഒരു പ്രധാന കഥാസന്ദർഭം അല്ലെങ്കിൽ ആ കഥയെ മൊത്തം മൊത്തം ഒരു വായനക്കാരനെ ഒറ്റ നോട്ടത്തിൽ ആകർഷിക്കുകയാണ്. നിങ്ങളെ ഈ കഥ എന്താണെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ വളർത്തുന്ന രീതിയിലുള്ള കുറച്ച് സെന്റൻസുകൾ അല്ലെങ്കിൽ ഒരു കഥാസന്ദർഭം, ഒരു ഭാഗം നിങ്ങൾക്ക് സ്നിപ്പറ്റായിട്ട് ഉപയോഗിച്ചുകൊണ്ടും ആകർഷിക്കാൻ കഴിയുന്നതാണ്. ഇനി അടുത്തതാണ് പ്രോംപ്റ്റുകളിലുള്ള ഉദാഹരണങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് എങ്ങനെ സോഷ്യൽ മീഡിയയിൽ കൂടി എന്റെ കഥ പ്രൊമോട്ട് ചെയ്യാം എന്നുള്ള ഒരു സംശയം കൂടി ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്ക് പ്രോംപ്റ്റ് ആയിട്ട് ഇതും നമുക്ക് നൽകാവുന്നതാണ്. സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രതിലിപിയിൽ എന്റെ കഥ പ്രൊമോട്ട് ചെയ്യാനുള്ള ചില സർഗാത്മക രീതികൾ എന്തെല്ലാമാണ്, അങ്ങനെ നിങ്ങൾക്ക് തന്നെ ഓരോ പ്രോംപ്റ്റുകൾ നൽകിയിട്ട് അതിനുള്ള മാർഗങ്ങൾ കണ്ടെത്താൻ കഴിയുന്നതാണ്. ആദ്യ അധ്യായം മുതൽ പ്രതിലിപിയിൽ വിശ്വാസ്യരായ വായനക്കാരെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാൻ കഴിയുന്നത്. പ്രതിലിപിയില് തുടർച്ചയായിട്ട് നമ്മൾ രചനകളെ എഴുതുന്നതിലൂടെ നമുക്ക് വിശ്വാസ്യരായ വായനക്കാരെ ലഭിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ കൂടുതലായിട്ട് നമുക്ക് എങ്ങനെയാണ് നേടാൻ കഴിയുക എന്നത് നമുക്ക് ഒരു മാതൃകാ രൂപത്തിൽ ഈ AI ടൂളുകൾ പറഞ്ഞു തരുന്നതാണ്. അതുപോലെ തന്നെ പ്രതിലിപിയിൽ ഒരു കുറ്റാന്വേഷണ കഥ പ്രൊമോട്ട് ചെയ്യാൻ എന്ത് തന്ത്രങ്ങളാണ് മികച്ചത്. ചില സമയങ്ങളിൽ AI ടൂളുകൾ നമുക്ക് നൽകുന്ന കുറച്ച് മാതൃകകൾ അല്ലെങ്കിൽ കുറച്ച് ഉദാഹരണങ്ങൾ നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിലുള്ളതാണ്. അതുമൂലം കൂടുതലായിട്ട് വായനക്കാരിൽ എത്തിയ രചയിതാക്കളും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോ നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് ഓരോ പ്രോംപ്റ്റുകൾ നൽകിയിട്ട് നമുക്ക് കൂടുതലായിട്ട് ഈ സോഷ്യൽ മീഡിയ പ്രൊമോഷനുകൾക്കുള്ള മാർഗങ്ങളും കണ്ടുപിടിക്കാൻ കഴിയുന്നതാണ്. അതിന് ഉദാഹരണമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്യാൻ യു ഹെൽപ്പ് മീ ക്രാഫ്റ്റ് എ ക്യാച്ചി സ്റ്റോറി ഡിസ്ക്രിപ്ഷൻ ദാറ്റ് വിൽ അട്രാക്ട് റീഡേഴ്സ് ഓൺ പ്രതിലിപി. അതായത് ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു സ്റ്റോറി ഡിസ്ക്രിപ്ഷൻ എനിക്ക് നൽകാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ കഥയെ കുറിച്ചുള്ള ഒരു വിവരണം അത് പ്രതിലിപിയിലെ വായനക്കാരെല്ലാവരും ആകർഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം. അപ്പൊ നമ്മളോട് പറഞ്ഞു അതിന്റെ മെയിൻ പ്ലോട്ടുകളും അതുപോലെ തന്നെ അതിന്റെ ജേണൽ എന്താണോ, നിങ്ങൾ എന്ത് തരത്തിലുള്ള വികാരങ്ങളാണ് കൺവേ ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നും വ്യക്താക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മള് നമ്മളൊരു സ്റ്റോറിനെ കുറിച്ചിട്ട് ഒരു ഏകദേശ ആശയം നമ്മൾ പങ്കിടാണ്. എന്റെ സ്റ്റോറി എന്ന് പറയുന്നത് ഒരു യങ് ആർമി, ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു ആർമി ചെറുപ്പക്കാരനെ കുറിച്ചിട്ടുള്ളതാണ്. അത് അയാൾ എന്ന് പറയുന്നത് ഇങ്ങനെ പ്രേമത്തിൽ വീഴുകയാണ്. അതോടൊപ്പം തന്നെ ആ സമയത്ത് യുദ്ധം നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൻ യുദ്ധത്തിലേക്ക് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം വരികയാണ്. അതിനുശേഷം കഥ മുന്നോട്ട് പോവുകയാണ്. ഇതാണ് എന്റെ കഥ എന്ന് പറയുന്നത്. അപ്പൊ ക്യാച്ചി ആയിട്ടുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുകയാണ് നമ്മുടെ AI ടൂൾ എന്ന് പറയുന്നത്. ഡ്യൂട്ടി വിളിക്കുമ്പോൾ നമുക്ക് ലവ് വെയിറ്റ് ചെയ്തേ പറ്റൂ. അപ്പൊ എന്ത് ചെയ്യാണ്, ആർമി ഓഫീസർ പോവാണ് എന്നുള്ള രീതിയിലായിട്ട് നമുക്കൊരു ആശയം നൽകിയിരിക്കുകയാണ്. ഇങ്ങനെ ഇത്തരത്തിലുള്ള ആശയങ്ങളിലൂടെ നമുക്ക് നമ്മുടെ കഥയെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യാനും, അതായത് ഒരു സ്നിപ്പറ്റ് ഉണ്ടാക്കാനോ, ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന സ്നിപ്പറ്റ് അതുപോലെ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ആശയത്തിലൂടെ തന്നെ വായനക്കാരിലേക്ക് കൂടുതൽ എത്താനോ സഹായിക്കുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നതാണ് കഥ എഴുതുമ്പോൾ. ഇത്രയും നേരം നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് കഥയുടെ തുടക്ക ഭാഗത്തെ കുറിച്ചായിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കഥ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ കഥ എഴുതുമ്പോൾ നമുക്ക് AI ടൂളുകൾ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. ആദ്യം തന്നെ പറയേണ്ടതാണ് വഴിത്തിരിവുകളും ടേണിംഗ് പോയിന്റുകൾ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ട്വിസ്റ്റ് ഇല്ലാത്തൊരു കഥ എന്ന് പറയുന്നത് വായനക്കാരിലേക്ക് അത്രയധികം ആകർഷിക്കണം എന്നില്ല. ട്വിസ്റ്റുകളാണ് കൂടുതലായിട്ട് ഇനി എന്ത് എന്നുള്ള ഒരു ചോദ്യം വായനക്കാരിൽ എത്തിച്ച് മുന്നോട്ട് വായനക്കാരെ കൊണ്ടുവന്നത്. അതുകൊണ്ട് തന്നെ ഒരു അധ്യായത്തിന്റെ അവസാനത്തില് ഒരു ട്വിസ്റ്റോ അല്ലെങ്കിൽ ഒരു ടേണിംഗ് പോയിന്റോ വെച്ചാൽ മാത്രമേ ആ വായനക്കാരന് തുടർന്ന് വായിക്കാൻ തോന്നുകയുള്ളൂ. ഈ ട്വിസ്റ്റ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് AI ടൂൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ AI ടൂളുമായിട്ട് ചർച്ച ചെയ്ത് നിങ്ങൾക്ക് തീരുമാനിക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ചില സമയങ്ങളിൽ റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടായിരിക്കാം. ഈ സമയങ്ങളിൽ നിങ്ങൾ ഇപ്പൊ എന്താണ് നിങ്ങളുടെ മനസ്സിലുള്ള ആശയം അത് AI ടൂളുമായിട്ട് ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ കഴിയുന്നതാണ്. ഇനി അടുത്തതായിട്ട് പ്രോംപ്റ്റിനുള്ള ഉദാഹരണമാണ് ഈ പറയുന്നത്.
ആദ്യ അധ്യായം മുതൽ എന്റെ വായനക്കാരെ പിടിച്ചു നിർത്താൻ ആകർഷകമായിട്ടുള്ള ഒരു ഓപ്പണിംഗ് സീൻ വേണം. അതായത് ഒരു വധു നമുക്കറിയാം, ഒരു വധു കല്യാണ പന്തലിൽ നിന്ന് ഓടിപ്പോകുന്നതാണ് എന്റെ കഥ തുടങ്ങുന്നത്. അപ്പൊ നമുക്കറിയാം, എന്നാ വായനക്കാരെ ആകർഷിക്കുകയും വേണം. പക്ഷെ നമുക്കറിയാം, നമ്മൾ സാധാരണ ഇതാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നായികയുടെ പേര് ആരതി എന്നാണ്. ആരതി ആരും അറിയാതെ ആ ഒരു വിവാഹ പന്തലിൽ നിന്ന് ഒളിച്ചോടി പോവുകയാണ്. ഇതാണ് ജസ്റ്റ് ഒരു ലൈനിലുള്ള അത്. പക്ഷെ നമുക്കത് ടേണിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഒരു വായനക്കാരെ ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് നിർദ്ദേശിച്ച ടേണിംഗ് പോയിന്റ് ആണിത്. മംഗലവാദ്യങ്ങളുടെ ഉല്ലാസ താളത്തിൽ നിന്നുപോയ കാൽ ചുവടുകൾക്കിടയിൽ 50ഓളം കണ്ണുകൾ അവളെ തിരഞ്ഞു. സുന്ദരമായ ബ്രൈഡൽ മേക്കപ്പിന് മുകളിൽ നനഞ്ഞ കണ്ണീർ വെള്ളം പതിയെ ഒലിച്ചിറങ്ങി. നിറമാർന്ന മുടി അഴിഞ്ഞു വീണപ്പോഴെല്ലാം മുല്ലപ്പൂവിന്റെ സുഗന്ധം പോലും ആ വഴിയിൽ ഉണ്ടായിരുന്നില്ല. വധു ഓടുകയായിരുന്നു. പിന്നിൽ നിന്ന് ആരോ വിളിച്ചു, ആരതി നിൽക്കൂ. ഇത്തരത്തില് നമുക്കത് കൂടുതലായിട്ട് വായനക്കാരെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി മാറ്റാം. ഇതിനു വേണ്ടി നമുക്ക് AI ടൂളുകൾ ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിലാണ് കഥാപാത്ര വികാസം. നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കഥ തുടങ്ങുമ്പോഴുള്ള അവസ്ഥയിലായിരിക്കില്ല കഥ മുന്നോട്ട് പോകുമ്പോഴും അവസാനിക്കുമ്പോഴും കഥാപാത്രങ്ങൾക്ക് ഉണ്ടായിരിക്കാം. കഥയുടെ ഓരോ സാഹചര്യത്തിലും കഥാപാത്രം എങ്ങനെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ആ കഥാപാത്രത്തിന് വികാസം സംഭവിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചാണ് ആ കഥ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഥാപാത്രങ്ങൾ മാത്രമല്ല, നമുക്ക് എപ്പോഴും നമ്മുടെ ജീവിത സാഹചര്യങ്ങളായിട്ട് സാമ്യപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കഥാപാത്രങ്ങളായിരിക്കും എപ്പോഴും വായനക്കാരെ ആകർഷിക്കുക. അപ്പൊ അവർക്ക് അവരുടെ ജീവിതത്തിലെ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളുമായിട്ട് അതിനെ സാമ്യപ്പെടുത്താനും, ഓ ഈ സാഹചര്യത്തിൽ എന്റെ ജീവിതത്തിലും വന്നല്ലോ, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ കഥാപാത്രത്തെ പോലെ ശക്തി ആയിരുന്നില്ലല്ലോ, എനിക്കും അങ്ങനെ ചെയ്യാമായിരുന്നു, അങ്ങനെയുള്ള തോട്ട്സ് വരികയും അതുപോലെ തന്നെ നിങ്ങളുടെ കഥ മുന്നോട്ട് മുന്നോട്ട് വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇനി പ്രോംപ്റ്റിനായിട്ടുള്ള ഒരു ഉദാഹരണമാണ്. ഇപ്പോ എന്റെ കഥയിലെ നായിക എന്ന് പറയുന്നത് ഒരു വളരെ ഇൻട്രോവേർട്ട്, അതായത് വളരെയധികം ആരോടും അധികം സംസാരിക്കാത്ത ഒരു നാട്ടിൻപുറത്തുകാരി, എന്നാ എല്ലാരും പേടി, ഞാൻ എന്തെങ്കിലും സംസാരിച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു നായികയായിരുന്നു. എന്നാൽ കഥ മുന്നോട്ട് പോകും തോറും അവള് ധീരായിക്കൊണ്ടിരിക്കുകയാണ്. കഥാന്ത്യത്തിൽ എത്തുമ്പോൾ അവളെ എല്ലാവർക്കും ഒരു മാതൃകയായിട്ടുള്ള ഒരു നായികയായി മാറാണ്. അതാണ് എന്റെ പ്രോംപ്റ്റ്. ഇങ്ങനത്തെ ഒരു ഈ സ്വഭാവമാറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവളുടെ മാറ്റം രേഖപ്പെടുത്താനായിട്ട് എനിക്ക് AI സഹായിക്കാനാവുമെന്ന് ഞാൻ ചോദിക്കുകയാണ് AI ടൂളിനോട്. അപ്പൊ AI പ്രതികരണമാണ് ഞാൻ ഈ നൽകിയിരിക്കുന്നത്. അപ്പൊ അതിൽ ആരംഭത്തിൽ അവള് അധോമുഖ, ഞാൻ പറഞ്ഞതുപോലെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. അവൾക്ക് ആരോടും ഒന്നും തുറന്നു പറയാനായിട്ടുള്ള ധൈര്യമില്ല. ആരെന്ത് പറഞ്ഞാലും തലയാട്ടുന്ന ഒരു പെൺകുട്ടിയാണ് അവള്. പക്ഷെ ഒരു പ്രേരക സംഭവം, അതായത് നമുക്കറിയാം നായികയുടെ ജീവിതത്തിലെ എന്തെങ്കിലും, അവൾക്ക് ഈ മാറ്റം വരുത്താനായിട്ട് എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിരിക്കണം. അതിനുള്ള ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ എന്ന് പറയുന്നത് പോലെ അത് ചിലപ്പോൾ വിശ്വസിച്ച ഒരാളുടെ ചതിയായിരിക്കാം. നമ്മളെ കപ്പേള സിനിമയിലൊക്കെ കണ്ടതുപോലെ നായിക ആദ്യം എങ്ങനെയായിരുന്നു, നായിക നാട്ടിൻപുറത്തുകാരി, അത് ഫോണിലൂടെ പരിചയപ്പെട്ട ഒരാളുമായിട്ട് പ്രേമത്തിലാവുകയാണ്. എന്നാൽ അയാളിൽ നിന്ന് നേരിട്ടിട്ടുള്ള ആ ഒരു വഞ്ചന എന്ന് പറയുന്നത് അവളെ തന്നെ ശക്തിയാക്കി മാറ്റുന്നത് കാണാം നമുക്ക് ആ കഥയുടെ അവസാനത്തിൽ എത്തുമ്പോൾ. അതുപോലെ നമുക്ക് നായികയുടെ അയാളെ വിശ്വസിച്ച ഒരാളുടെ ചതി അവളെ സംരക്ഷയ്ക്കായിട്ട് അവളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. പിന്നെ മധ്യഘട്ടം, കഥയുടെ മധ്യഘട്ടത്തില് ചിലപ്പോൾ ആ ആളെ നേരിടുന്നത് എങ്ങനെയാവുന്നാവും, അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ നായികയുടെ ഒരു സ്നേഹിതനെ അല്ലെങ്കിൽ സ്നേഹിതയെ എങ്ങനെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ അവള് അതുവരെ മറ്റുള്ളവരൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത രീതിയിൽ അവരെ രക്ഷിക്കുന്ന ഒരു സന്ദർഭങ്ങൾ വരാം. അതുപോലെ മാറ്റം വരുത്തുന്ന പ്രധാന സന്ദർഭം, അതായത് ഇപ്പോ നമുക്കറിയാം 2018 എന്നുള്ള സിനിമയിൽ കണ്ടിന ടോവിനോന്റെ കഥാപാത്രം നോക്കിക്കഴിഞ്ഞാൽ അതുവരെ അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടും തോന്നില്ല. എന്നാൽ പിന്നെ അവസാനം ആ കഥാപാത്രം എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഭയങ്കര ഇമ്പാക്ട് വരുത്തുന്ന ഒരു കഥാപാത്രമായിട്ട് മാറാണ്. അതായത് ഒരു പ്രകൃതിക്ഷോഭമോ അല്ലെങ്കിൽ സമൂഹത്തിൽ വരുന്ന ഒരു വലിയ പ്രശ്നമോ വരുമ്പോൾ എന്തുണ്ടാവാണ്, അവളാണ് ആ ആൾക്കാരെയൊക്കെ രക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുവന്നത്. അതോടുകൂടി അവളുടെ ശക്തി ബാക്കിയുള്ളവരും കൂടി അറിയാണ്. ഇനി പരിഷ്കാരം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് കഥയുടെ അവസാനത്തോട് കടക്കുമ്പോൾ എന്ത് മാറ്റാണ് വരുന്നത് എന്നുള്ള രീതിയിലാണ്. അപ്പോ എന്തുണ്ടാവുന്നത്, അവള് ആത്മവിശ്വാസത്തോടെ നേതൃത്വം ഏറ്റെടുക്കുകയാണ്. അവള് ഇത്ര നാൾ അവൾ അവഗണിച്ചവരെയും പുച്ഛിച്ചവരെയൊക്കെ മറികടന്ന് അവള് മുന്നോട്ട് പോവുകയാണ്. ഇനി അടുത്തതായിട്ട് വരുന്നതാണ് സംഭാഷണത്തിന്റെയും സന്ദർഭത്തിന്റെയും മെച്ചപ്പെടുത്തലുകൾ. ഇപ്പൊ നമുക്കറിയാം, സംഭാഷണങ്ങൾ മെച്ചപ്പെട്ടതല്ലെങ്കിൽ കഥ മുന്നോട്ട് വായിക്കാൻ ഒരു താല്പര്യവും വായനക്കാർക്ക് ഉണ്ടാവില്ല. വളരെ ബോറിംഗ് ആയിട്ട് തോന്നും.
ഇപ്പൊ നീ പോയതിൽ ഞാൻ വിഷമിച്ചു എന്നതിന് AI ടൂൾ ഉപയോഗിച്ച് കണ്ണടച്ച പിന്നെ നീ നടന്നകലുന്നത് മാത്രമാണ് ഞാൻ കാണുന്നത് ആക്കാം. രണ്ടും ഒരേ അർത്ഥമാണെങ്കിലും എപ്പോഴും വായനക്കാർ കൂടുതൽ ആഗ്രഹിക്കുക ഈ രണ്ടാമത് പറഞ്ഞ AI ടൂൾ പറഞ്ഞെന്ന ആ രീതിയിലേക്ക് വായിക്കുന്നതിനായിരിക്കും. അപ്പോ അങ്ങനെയും നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് മാറ്റാം. ഇനി നമുക്ക് ജേണറിന് ആവശ്യമായ ഉപദേശങ്ങൾ. നമുക്കറിയാം പ്രതിലിപിയിൽ തന്നെ പല രീതിയിലെ ജേണേഴ്സ് ഉണ്ട്. ഹൊറർ, ത്രില്ലർ, റൊമാൻസ്, അങ്ങനെ പല പല രീതിയിലുള്ള ജേണേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ടൈപ്പുള്ള ജേണറിലാണ് നിങ്ങൾക്കൊരു കഥ എഴുതാൻ താല്പര്യം എന്നുള്ളത് AI ടൂൾ ഉപയോഗിച്ചിട്ടും നമുക്ക് അറിയാൻ പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണമായിട്ട് പറയാം. വായനക്കാരെ പിടിച്ചു നിർത്താൻ സാദൃശ്യം തോന്നുന്ന കഥാപാത്രങ്ങൾ, വൈകാരിക സംഘർഷങ്ങൾ, പിന്നെ കൂടുതലായിട്ട് വളരെ വൈകാരികമായ സന്ദർഭങ്ങളും സംഭവങ്ങളും അത്ഭുതപ്പെടുത്തുന്ന വഴിത്തിരിവുകളും ഒക്കെ ആയിട്ട് ഒരു പ്രണയകഥയുടെ ആശയം തരുന്ന നിർദ്ദേശമാണ്. ആദ്യം തന്നെ നല്ല രീതിയിൽ വളർന്നു വന്നൊരു പ്രണയമായിരുന്നു. പിന്നെ കുറച്ച് തെറ്റിദ്ധാരണകൾ മൂലം ഒരു വികാരപരമായ സംഘർഷങ്ങൾ നിറച്ച് ഒരു മുന്നോട്ട് പോകുന്ന ഒരു കഥ. പിന്നെ പതിയെ അവര് മിസ്അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ മാറി പതുക്കെ അവര് ഒന്നു ചേരുന്ന ഒരു കഥ. ഇപ്പൊ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ അനുരാഗ കരിക്കുംവേള എന്നുള്ള സിനിമ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം അതിന്റെ സ്റ്റാർട്ടിങ്ങില് അവർ രണ്ടുപേരും നല്ലൊരു കപ്പിളായിരുന്നു. ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് അവരുടെ ഉള്ളിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങൾ വന്നു തുടങ്ങി എന്നുള്ളത്. അപ്പോഴും അത് മുന്നോട്ട് പോകുമ്പോൾ മിഡിലിൽ വെച്ചിട്ട് അവർ ബ്രേക്കപ്പ് ആവാണ്. അവസാനം അവർ കൂടി ചേരുന്നില്ല എന്നുണ്ടെങ്കിലും നമുക്കതൊരു പുതിയൊരു ആശയം നൽകുകയാണ് ആ ഒരു പ്രണയകഥയിൽ തന്നെ. ഇതുപോലെ ഒന്നിക്കണോ ഒന്നിക്കണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഭാവനയ്ക്ക് അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താൻ കഴിയുന്നതാണ്. ഇനി അടുത്തതാണ് ഉപകഥാഗതികൾ. ഇപ്പോ നമുക്കറിയാം ഒരു നായകനും നായികയുടെയും മാത്രം കഥകളാണ് നമ്മൾ ഒരു കഥയിൽ കൊണ്ടുവരുന്നെങ്കിൽ പെട്ടെന്ന് തന്നെ വായനക്കാർക്ക് അത് ബോറടിക്കും. കാരണം ആ രണ്ട് കഥാപാത്രങ്ങൾ മാത്രമാണെങ്കിൽ അവരുടെ കഥകള്, അവരുടെ സംഭാഷണങ്ങള്, അപ്പൊ നമുക്ക് വായനക്കാർക്ക് തന്നെ എക്സ്പെക്ട് ചെയ്യാൻ പറ്റും ഇനി എന്താണ് എന്നുള്ള രീതിയിൽ. അപ്പോ അത് മറികടക്കാൻ വേണ്ടി നമുക്ക് അതിൽ ഉപകഥകൾ കൊണ്ടുവരാം. അതായത് നമ്മൾ സൈഡ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്ന പോലെ തന്നെ അതിൽ സഹകഥാപാത്രങ്ങളൊക്കെ വെച്ച് അവർക്ക് ഒരു കഥ കൂടി കൊടുക്കാം. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിറം സിനിമയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സഹകഥാപാത്രം പോലെയാണ് അതിൽ ജോമോള് വരുന്നത്. ഒരു ട്രയാങ്കിൾ പ്രേമാണെങ്കിലും ജോമോളിന്റെ കഥ നമ്മൾ അവിടെ കാണാൻ പറ്റും. ഇപ്പൊ ചോക്ലേറ്റ് സിനിമയിൽ നോക്കുകയാണെങ്കിൽ ജയസൂര്യക്കും സമൃദ്ധ സുനിലിനും ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൊത്തം സിനിമയ്ക്ക് മാറ്റുകൂട്ടുന്നുണ്ട് ആ സഹകഥാപാത്രങ്ങളും അവരുടെ പ്രണയകഥ. അതുപോലെ തന്നെ നമ്മളെ മുഖ്യ കഥാപാത്രങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് കഥ എഴുതാതിരിക്കുക. അതിലെ സഹകഥാപാത്രങ്ങളെ കൊണ്ടുവരുന്നതിലൂടെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കാൻ കഴിയും നിങ്ങളുടെ കഥകൾ. ഇനി അടുത്തതായിട്ട് ഇത്തരം നിങ്ങൾക്ക് ഈ സഹകഥാപാത്രങ്ങളിൽ എന്തെങ്കിലും ഡൗട്ടുകളും ഇതൊക്കെ വരുമ്പോഴും നമുക്ക് AI ടൂള് ഉപയോഗിക്കാവുന്നതാണ്. അതിനുള്ള ഒരു എക്സാമ്പിൾ ആണ് ഒരു ത്രികോണ പ്രണയത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രതിലിപിലെ CEO പ്രണയകഥയ്ക്ക് ഒരു ഉപകഥാഗതിക്കുള്ള ഐഡിയ തരുമെന്ന് പറഞ്ഞു. അപ്പൊ നമുക്കറിയാം ത്രികോണ പ്രണയം എന്നുള്ളത് പ്രതിലിപിയില് നല്ലോണം വായനക്കാരുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോ നമ്മൾ ആ ത്രികോണ പ്രണയത്തിൽ CEO നായകനും പുതിയ കഥാപാത്രമുള്ള വ്യക്തിത്വത്തിലെ കടഞ്ഞ വൈരുദ്ധ്യങ്ങൾ. അതായത് നമുക്കറിയാം എപ്പോഴും CEO നായകന് ചിലപ്പോൾ നായികയായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റേ സഹകഥാപാത്രമായിട്ടായിരിക്കാം. അത് കഴിഞ്ഞ് ജോലി സമ്മർദ്ദങ്ങൾ വരാം. അത് കഴിഞ്ഞ് നായികയെ കുറച്ചു സമയം അവഗണിക്കുകയാണ്. അപ്പൊ പുതിയ കഥാപാത്രമായിട്ട് നായികയ്ക്ക് ചിലപ്പോൾ റിലേഷൻ വരാം, റിലേഷൻ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പ്. അപ്പൊ ആ കഥാപാത്രത്തിന് നായികയുടെ മേലൊരു ഇഷ്ടം വരാം. അങ്ങനെ പല രീതിയിൽ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് കൊടുക്കുമ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കിക്കൊണ്ടിരിക്കും നിങ്ങളുടെ കഥകൾ വായനക്കാർക്കിടയിൽ. ഇനി സോറി അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ വായനക്കാരുടെ താല്പര്യങ്ങൾക്കും ഞങ്ങൾ വായനക്കാരുടെ താല്പര്യങ്ങൾക്കും പ്ലാറ്റ്ഫോമിന്റെ വളർച്ചയ്ക്കും മൗലികത ആവശ്യമാണെന്നിരിക്കെ AI ഉപയോഗിച്ചുള്ള ഉള്ളടക്കങ്ങൾ അതേപടി പകർത്തുന്നത് ഞങ്ങൾ ഒരിക്കലും അനുകൂലിക്കുന്നില്ല. ഇത് നിങ്ങളുടെ തന്നെ റീച്ചിനെ പ്രതികൂലമായി ബാധിക്കുമെന്നും ഞാൻ ഓർമ്മപ്പെടുത്താണ്. ഇനി അടുത്തതായിട്ട് ഒരു അസിസ്റ്റന്റ് ആയിട്ട് മാത്രം നമ്മൾ AI ടൂളിനെ കാണാം. നിങ്ങളുടെ സർഗാത്മകത അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും റൈറ്റേഴ്സ് ബ്ലോക്ക് നേരിടുമ്പോൾ നിങ്ങളെ സഹായിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചർച്ച ചെയ്യാൻ കഴിയുന്ന ഒരു സുഹൃത്തായിട്ടുള്ള ഒരു രചയിതാവായിട്ട് കാണാം. നിങ്ങളുടെ ആശയങ്ങൾ AI ടൂളായിട്ട് നമുക്ക് ചോദിക്കാം. ഇനി ലാസ്റ്റ് പാർട്ടാണ് ഒരു കഥ അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കൊണ്ടുവരാന്നുള്ള രീതിയിൽ AI ടൂൾ എങ്ങനെ ഉപയോഗിച്ച് നമുക്കത് കൂടുതൽ മികച്ചതാക്കാം. അപ്പോൾ ആദ്യത്തെ ഇതാണ്
വ്യത്യസ്ത അന്ത്യങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, ഒരു കഥയുടെ അവസാനിപ്പിക്കാറാകുമ്പോ നമ്മുടെ സ്വന്തം ഉള്ളിൽ തന്നെ പല പല ആശയങ്ങൾ വരാം. ഇങ്ങനെ ആയാലോ, അല്ലെങ്കിൽ അങ്ങനെ ആയാലോ, അങ്ങനെ പല പല ചിന്തകൾ വരാം. ചിലപ്പോ ഒരു കഥയിൽ തന്നെ 3 നായകന്മാരുണ്ടെങ്കിൽ ആ നായകന്മാരിൽ ആരുമായിട്ട് വേണം നായകൻ അവസാനം ഒന്നിക്കേണ്ടത്. അങ്ങനെ പല പല ആശയങ്ങൾ നമുക്ക് മുന്നിലോട്ട് വന്നേക്കാം. ആ സമയങ്ങളിലൊക്കെ എ ഐ നമ്മളെ സഹായിക്കുന്നതാണ്. ഇപ്പോ എ ഐ എങ്ങനെ സഹായിക്കും നമുക്ക് നോക്കാം. ഒന്ന്, വ്യത്യസ്ത സാധ്യതകൾ തയ്യാറാക്കി തരും നമുക്കൊരു കഥയുണ്ട്. ആ കഥയിൽ എങ്ങനെയൊക്കെ നമുക്ക് അതിന്റെ എങ്ങനെയൊക്കെ വരുത്താം എന്നുള്ളത് നമുക്ക് എ ഐ വഴി കണ്ടുപിടിക്കാം. ഇപ്പൊ നമുക്ക് നോക്കാം, കഥാഗതിയെ അവലോകനം ചെയ്യാനും അതുപോലെ കഥാന്ത്യത്തിനെ നിർദ്ദേശിക്കാനുമായിട്ട് എ ഐ ടൂളുകൾക്ക് നമ്മളെ സഹായിക്കും. അതായത് ഇപ്പൊ നമുക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല എങ്ങനെയാണ് ഈ കഥ അവസാനിപ്പിക്കേണ്ടതെന്ന്. അപ്പോ പക്ഷെ ആ നിമിഷത്തിൽ നമുക്ക് എ ഐ ടൂളുകൾ നമ്മളെ സഹായിക്കുന്നതാണ്. ഇനി നമുക്ക് ഇങ്ങനെ ആയാലും എന്തായിരിക്കും, ഇപ്പൊ നമ്മുടെ ഉള്ളിൽ ഒരു ആശയമുണ്ട്, നമ്മുടെ നായകൻ ലാസ്റ്റ് മരിക്കണം, അങ്ങനെയാണ്. അപ്പോ ആ കഥ എങ്ങനെയായിരിക്കും മുന്നോട്ട് പോവുക, നായകൻ മരിച്ചു അതിനുശേഷം എങ്ങനെയായിരിക്കണം, അങ്ങനെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ തോട്ട്സും എ ആയിട്ട് ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് പറഞ്ഞു തരും കഥയിൽ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകാം, കഥാപാത്രങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മാറ്റങ്ങൾ വരാം, ആ രീതിയിൽ. ഇനി അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ വ്യക്തിഗതമായിട്ടുള്ള അവസാനങ്ങൾ. കഥ നൽകുന്ന സന്ദേശത്തിനൊപ്പം തുടർച്ചേനെ ഉറപ്പിക്കാനും അതുപോലെ തന്നെ നിങ്ങള് സ്വന്തമായിട്ട് ഒരു രചയിതാവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പങ്കിടാൻ ആഗ്രഹിക്കുന്ന ആശയങ്ങള്, കഥാപാത്രത്തിന്റെ മാറ്റങ്ങള്, അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് എ ഐ ചേർക്കുന്നതായിരിക്കും. ഇപ്പൊ നമുക്കൊരു പ്രോംപ്റ്റ് ആയിട്ട് നമുക്ക് ഒരു കഥ നമുക്ക് സങ്കല്പിക്കാം. അതായത് ഒരു നഗരത്തില് ജോലി ചെയ്യുന്ന ഒരു നായകനാണ് നമ്മുടെ അർജുൻ. അർജുൻ എന്ന് പറയുന്നത് ഗ്രാമം വിട്ട് നഗരത്തിലേക്ക് പോയിട്ടുള്ള ഒരാളാണ്. അയാളുടെ നേട്ടങ്ങൾക്ക് വേണ്ടി സ്വന്തം കുടുംബത്തെ മറക്കുകയാണ്. ഇതാണ് ഞാൻ കൊടുത്ത ഉള്ളടക്കം. അപ്പൊ ഞാൻ നൽകിയ പ്രോംപ്റ്റിന് പകരം എ നൽകിയ ഒരു ഉള്ളടക്കങ്ങൾ നമുക്ക് നോക്കാം. അതായത് കഥാതന്ത്രം എന്ന് പറയുന്നത് അർജുന്റെ യാത്ര. അപ്പൊ അർജുൻ എന്താണ്, കോർപ്പറേറ്റിന്റെ ആ ഒരു നല്ലൊരു ജീവിതത്തില് ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങള് അല്ലെങ്കിൽ വീട്ടുകാര് അങ്ങനെ എല്ലാത്തിനും മറക്കാണ്. അപ്പൊ എങ്ങനെയൊക്കെ ആ കഥ അവസാനിക്കാം എന്നുള്ളതിനെ ഉള്ള മാതൃകകളാണ് നമുക്ക് എ ഐ തന്നിരിക്കുന്നത്. ഒന്നാണ് പുനരാഗമനം കനിഞ്ഞ ഹൃദയം. അതായത് മുത്തശ്ശി മരിച്ചത് അറിഞ്ഞിട്ടാണ് നമ്മുടെ അർജുൻ നാട്ടിലോട്ട് വരുന്നത്. നാട്ടിലേക്ക് വരുമ്പോഴാണ് അർജുന് അവന്റെ പിതാവിന്റെ ബന്ധങ്ങളെ കുറിച്ചിട്ടും അതുപോലെ അമ്മയുടെ പ്രതീക്ഷകളും അമ്മയുടെ ദുഃഖങ്ങളും അങ്ങനെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. അപ്പോ അപ്പോഴാണ് അവൻ ചെയ്ത തെറ്റുകൾ അവൻ മനസ്സിലാക്കുന്നത്. യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യന്മാർക്കിടയിലാണ് വേണ്ടതെന്നും ഈ മെഷീൻസിനെ കൊണ്ട് നൽകാൻ എനിക്ക് കഴിയില്ലെന്ന് പറഞ്ഞിട്ട് അവൻ ഗ്രാമത്തിലേക്ക് തന്നെ മടങ്ങാണ്. അവിടെ സാമൂഹ്യ പരിഷ്കരണ വക്താവായിട്ട് അവൻ മാറുകയാണ്. അവിടെ കുറച്ച് കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ചെയ്ത് ആ സമൂഹത്തിന് വേണ്ടപ്പെട്ട അല്ലെങ്കിൽ ഗ്രാമത്തിലെ തന്നെ പ്രിയങ്കരനായിട്ടുള്ള ഒരാളായിട്ട് മാറാണ്. ഇനി അടുത്തതാണ് നമ്മൾ പറയുന്നത്, അർജുന് ഭയങ്കരമായിട്ട് നല്ലോണം പണമുള്ള ഒരാളായിരുന്നു, ഇതുപോലെ തന്നെ നഗരത്തിൽ വസിക്കുന്ന ഒരാൾ. പക്ഷെ അവനെല്ലാം നേടിക്കഴിഞ്ഞിട്ടും അവന് തിരിച്ചു വരാനോ അല്ലെങ്കിൽ അവന്റെ വിജയങ്ങള് കൂടെ നിന്ന് ഷെയർ ചെയ്യാനോ മറ്റാരുമില്ല. ആ ഒരു സാഹചര്യത്തിലാണ് അവന്റെ ഒരു ഒറ്റപ്പെട്ടവനായി മാറാണ്. അവൻ നേടിയ വിജയങ്ങൾക്ക് ഒരു അർത്ഥമില്ലാതെ മാറുകയാണ്. അതാണ് രണ്ടാമത് തന്നിട്ടുള്ള ഉള്ളടക്കം. ഇനി അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ വളർച്ചയുടെ പുതിയ നിർവചനം. അതായത് നഗരത്തിൽ അവൻ പുതിയ ജോലിയിൽ നേടിയെങ്കിലും അവൻ മനസ്സിലാക്കാണ്, ഞാൻ വളർന്നു വന്ന ഗ്രാമം പോരാ, ആ ഗ്രാമത്തിലെ ഇപ്പോഴുള്ള ആരോഗ്യ മേഖലയും വിദ്യാഭ്യാസ മേഖലയും ഒന്നും പോരാ. ഇതിനുള്ള ഒരു പെർഫെക്റ്റ് എക്സാമ്പിൾ ആണ് മാണിക്യക്കല്ല് എന്നുള്ള സിനിമ. മാണിക്യക്കല്ലില് നോക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് കുറച്ച് നാളുകൾക്ക് അല്ലെങ്കിൽ അവൻ വളർന്നു വലുതായതിനു ശേഷം തന്റെ അച്ഛനെ നേരിടേണ്ടി വന്ന ആ വിഷമം മനസ്സിലാക്കി തിരിച്ചുപോയി നല്ല മകൻ എന്നുള്ള രീതിയിൽ ആ സ്കൂളിനെ വളർത്തിയുണ്ടാക്കാണ്, ആ ഒരു വിജയത്തിലേക്ക് എത്തിക്കുകയാണ്. അത് നമ്മൾ പ്രേക്ഷകർക്ക് എപ്പോഴും ഇഷ്ടമുള്ളതാണ്, ഒരു ഹാപ്പി എൻഡിങ് അല്ലെങ്കിൽ ഒരു ഫീൽ ഗുഡ് അങ്ങനത്തെ ഒരു ഫീൽ തരുന്ന കഥകൾ. ഇനി അടുത്തതായിട്ട് നോക്കുകയാണെങ്കിൽ പരസ്പര വിവേചനങ്ങള്. അതായത് ഇവനെ ഉപേക്ഷിച്ച് തിരിച്ചു വരികയാണ് അവന്, പക്ഷെ എല്ലാവരുടെയും ജീവിതങ്ങൾ മാറി. അമ്മ ഉപേക്ഷിച്ചു പോയി, അച്ഛനും വേറെ സ്ഥലത്താണ്. ഇപ്പോൾ അവന് വീണ്ടും തിരിച്ചു വരണമെന്നുണ്ട്, പക്ഷെ അവന് ആരുമില്ല. അതുകൊണ്ട് തന്നെ അവന്റെ ജീവിതം ഒരു ഫെയിലിയർ ആവാണ്. ഇനി അടുത്തതായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ മാറാണ്. അതായത് വേറൊരു കഥാസന്ദർഭം കൂടി നമുക്ക് എ ഐ ഷെയർ ചെയ്ത് തരികയാണ്. ഇതിൽ നോക്കുകയാണെങ്കിൽ അർജുന് ആകെ ഡിപ്രഷനിലേക്ക് പോവാണ്.
ഈ നഗരത്തിൽ പോയിട്ട് ജീവിച്ചിട്ട് അവന്റെ ജോലി സമ്മർദ്ദങ്ങള്, അവൻ നേരിടുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടിയിട്ട് അവന് ആകെ ഒരു പ്രശ്നത്തിലാവാണ്. അവന്റെ ജീവിതം മൊത്തം സ്ട്രെസ്സും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദങ്ങളും മാത്രമായി മാറാണ്. അതുകൊണ്ട് തന്നെ അവൻ തിരിച്ചു വന്ന് ഒരു കൃഷിഭൂമിയൊക്കെ വാങ്ങി നഗരം വിട്ട് ഗ്രാമത്തിലേക്ക് മാറാണ്. ഒരു കൊറിയൻ സിനിമ ലിറ്റിൽ ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാൻ പറ്റും ഇതിന് എക്സാമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ. ഇനി അടുത്തതാണ് സീസണുകളിലേക്കുള്ള കഥാവികാസങ്ങൾ. നമുക്കറിയാം ഏറ്റവും കൂടുതൽ വായനക്കാരുള്ള എഴുത്തുകാരെല്ലാവരും സീസൺ 1, സീസൺ 2 എന്നുള്ള രീതിയിലൊക്കെ കഥകൾ എഴുതുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോ നമുക്കറിയാം പക്ഷെ നമ്മൾ സീസൺ 1 എഴുതി തുടങ്ങുമ്പോൾ തന്നെ ഒരു രചയിതാവ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ആലോചിക്കണം സീസൺ 2 ഞാൻ എന്തായിരിക്കണം കൊണ്ടുവരേണ്ടതെന്നുള്ളത്. അപ്പൊ നമുക്ക് സീസൺ 1 ഇപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ നമ്മൾ സീസൺ 1 എഴുതി തീർത്തു. പക്ഷെ നമുക്ക് അറിയില്ല ഇനി നമുക്ക് നമ്മുടെ കഥ അവസാനിച്ചു കഴിഞ്ഞു നമ്മുടെ മനസ്സിലുള്ളത്. ഇനി എന്തായിരിക്കും സീസൺ 2 കൊണ്ടുവരേണ്ടത് എന്ന് നമുക്ക് അറിയുന്നില്ല. ആ സമയത്ത് നമുക്ക് AI ടൂളിന്റെ ഹെൽപ്പ് നേടാവുന്നതാണ്. അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ജന്മദേശം വിട്ടിട്ട് നഗരത്തിലെ കോർപ്പറേറ്റ് ജോലി സ്വീകരിക്കുന്ന അർജുന് ഈ വെല്ലുവിളികളോടും ഹോം സിക്നെസ് ഉണ്ടായിരിക്കില്ല. എല്ലാവർക്കും അവനവന്റെ വീട്ടിൽ തന്നെ നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരിക്കാം. അതിനോടൊക്കെ പൊരുത്തിക്കൊണ്ട് അയാൾ വിജയിച്ചു. പക്ഷെ അയാൾക്ക് എല്ലാം നഷ്ടപ്പെട്ട പോലെ, അതായത് അയാളുടെ ഗ്രാമത്തിനോടുള്ള വേരുകളൊക്കെ നഷ്ടപ്പെട്ട പോലെ തോന്നാണ്. ഇതാണ് എന്റെ ഒന്നാമത്തെ സീസണിലെ കഥ. എനിക്ക് ഇതിന്റെ തുടർ സീസണുകളിൽ എന്തൊക്കെ വരുത്താം, എന്തൊക്കെ കഥാസന്ദർഭങ്ങൾ കൊണ്ടുവരാം എന്നുള്ളത് ഞാൻ AI ചോദിക്കാണ്. അപ്പൊ AI എനിക്ക് നൽകുന്ന കഥാശയങ്ങളാണ് ഈ താഴെ പറയുന്നത്. അപ്പൊ സീസൺ 2 എന്ത് കൊണ്ടുവരാം? അതായത് അർജുന് നഗരത്തിലെ ജീവിതത്തില് ആകെ എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തോന്നുകയാണ്. അപ്പൊ അയാള് സാമൂഹിക പരിപാടികളിലേക്ക് തിരിച്ചു പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അപ്പൊ ഒരു കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി പ്രൊജക്ട്, അതായത് ഇപ്പൊ ഒരു നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യുന്ന രീതിയിലുള്ള പ്രൊജക്ടുകൾ ഉണ്ടാവില്ലേ, അങ്ങനത്തെ പ്രൊജക്ടുകളുടെ ഭാഗമായിട്ട് ഇങ്ങനെ അല്ലെങ്കിൽ ഒരു ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ സഹായിക്കാൻ, അവന്റെ സുഹൃത്തോ കളിക്കൂട്ടുകാരിയോ ആര് വേണമെങ്കിലും ആകാം. അതിനു വേണ്ടിയിട്ട് പഴയ ബന്ധങ്ങൾ പുതുക്കുകയാണ്. അപ്പൊ ചിലരൊക്കെ അവനെ അവഗണിക്കുകയാണ്, ചിലവരുടെ എതിർപ്പ് നിലനിൽക്കുമ്പോഴും അവനെ കൂടുതലായിട്ട് മുന്നോട്ട് പോവാണ്. അങ്ങനെയാക്കാം എന്റെ സീസൺ 2 എന്ന് പറയുന്നത്. ഇനി സീസൺ 3 കുറിച്ചുള്ള കഥാശയം എനിക്ക് നൽകുകയാണ്. അർജുന്റെ ഈ നാടിനെ പറ്റിയിട്ടുള്ള അർജുന്റെ നിലപാടുകൾ ഭിന്നത ഉണ്ടാവുക. അതായത് അവന് രണ്ടും കൂടി ബാലൻസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇതിന്റെ എങ്ങനെ ഇത് ബാലൻസ് ചെയ്യുന്നുള്ള ചിന്തകളുടെയും ഈ ബന്ധങ്ങളുടെ ഇടയിൽ ഉണ്ടാകുന്ന വിള്ളലുകളുടെ ഇടയിലും അവൻ ആകെ തളർന്നു പോകുകയാണ്. അങ്ങനത്തെ ഒരു കഥ എന്റെ സീസൺ 3 എനിക്ക് കൊണ്ടുവരാം. ഇതിനായിട്ട് എനിക്ക് എന്റെ ഇഷ്ടാനുസരണം എനിക്ക് കഥാപാത്രങ്ങളെയും കൊണ്ടുവരാവുന്നതാണ്. ഇനി സീസൺ 4 നോക്കുകയാണെങ്കിൽ അർജുൻ എന്ന് പറയുന്ന ഒരു സ്റ്റാർട്ടപ്പ് സ്ഥാപിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അർജുൻ പോയി ഗ്രാമത്തിലെ കൃഷിക്കാരെയൊക്കെ മീറ്റ് ചെയ്യാണ്. അവരുടെ പച്ചക്കറികൾക്കൊന്നും വില കിട്ടുന്നില്ല എന്ന് കാണാണ്. അപ്പൊ അവനായിട്ട് നഗരത്തിലെ ടെക്നോളജി ഉപയോഗിച്ച്, അതായത് ഇപ്പൊ ഒരു ഓൺലൈൻ തന്നെ ആയിരിക്കാം, ഒരു ഓൺലൈൻ സ്റ്റോറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം, അങ്ങനെ അവൻ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാണ്. അപ്പൊ അതുവഴി ഫാമിൽ നിന്നുള്ള ഡയറക്റ്റ് പച്ചക്കറികൾ നഗരത്തിലെത്തുന്ന രീതിയിൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാണ്. അങ്ങനെ അവനെ വിജയിക്കുന്നതോ ആ ഗ്രാമത്തിൽ പ്രിയങ്കരനാവുന്നതോ അങ്ങനെ എന്തെങ്കിലും കഥ കൊണ്ടുവരാം. ഇനി അടുത്തതായിട്ടാണ് കഥാപാത്ര കുരുക്കുകളുടെ ആസൂത്രണം. സോറി. ഇനിയാണ് കഥാപാത്ര കുരുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു കഥയുടെ മുഖ്യ കഥാഗതിയില് ഇങ്ങനെ നമുക്ക് സഹകഥാപാത്രത്തിന് അവരുടേത് മാത്രമായിട്ടുള്ള ഒരു കഥ ഉണ്ടായിരിക്കും. അതായിരിക്കും നമുക്ക് ആ കഥയെ മറ്റുള്ള കഥകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ഇപ്പോ ചില കഥയില് നമ്മൾ വായിച്ചു കഴിഞ്ഞ് മുഖ്യ കഥാപാത്രങ്ങളെക്കാളും കൂടുതൽ സഹകഥാപാത്രങ്ങളുടെ കഥകൾ, അല്ലെങ്കിൽ ആ കഥാപാത്രങ്ങൾ മുഖ്യ കഥാപാത്രത്തെ എങ്ങനെ ബാധിച്ചു എന്നുള്ളതായിരിക്കാം നമ്മുടെ മനസ്സിൽ കൂടുതലായിട്ട് നിലനിൽക്കുന്നത്. അങ്ങനത്തെ ഒരു കുരുക്ക് പോലെ, അതിനാണ് സ്പിൻ ഓഫ് എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് കൊണ്ടുവരാം. ഈ അവരുടേത് മാത്രമായിട്ടുള്ള ഒരു വ്യത്യസ്തത കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഇനി ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതില് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കഥയിലെ മുഖ്യ കഥാപാത്രം അർജുനാണെങ്കിലും അർജുൻ ഒരു മീര എന്നുള്ള ഒരു കളിക്കൂട്ടുകാരി ഉണ്ടായിരുന്നു. ആ മീരയ്ക്ക് അർജുൻ ആ നാട്ടിൽ നിന്ന് പോയതിനു ശേഷം മീരയ്ക്ക് ഒരു സ്വന്തമായിട്ടൊരു കഥ പറയാനുണ്ടാവാം. മീര എങ്ങനെയാണ് ആ ഗ്രാമത്തിൽ ജീവിച്ചത്, മീര എന്തൊക്കെയാണ് നേരിട്ടത്, അല്ലെങ്കിൽ മീരയുടെ ജീവിതത്തില് അവള് എങ്ങനെയൊക്കെയാണ് തരണം ചെയ്തത്, അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് നമുക്ക് വേറൊരു കഥ കൂടി അവിടെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ഇനി അടുത്തതായിട്ട് AI പ്രോംപ്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അർജുന്റെ കഥയിൽ ഒരു കഥാപാത്ര കുരുക്ക് നൽകുന്നു നമ്മൾ ആവശ്യപ്പെടാണ് AI ടൂളിനോട്. അപ്പോ നമുക്ക് അർജുന് നൽകിയിട്ടുള്ള കഥാപാത്ര കുരുക്കുകളുടെ
ഓരോരോ സന്ദർഭങ്ങൾ നമുക്ക് നോക്കാം. അപ്പോ അതിലൊന്നാണ് പ്രധാന കഥാപാത്രം. കാവ്യ ഒരു കലാകാരിയാണെന്ന് വിചാരിക്കാം. കാവ്യനെ അർജുൻ മീറ്റ് ചെയ്യുന്നത് ആ കോർപ്പറേറ്റ് വേൾഡിൽ തന്നെയാണ്. അവിടെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പെൺകുട്ടിയാണെന്ന് വിചാരിക്കാം. അപ്പോ അവളും ഇവനും തമ്മിൽ ആദ്യം ഒരു പരസ്പരം ഒരു അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പിന്നീട് ഇഷ്ടം പോലെ ഒരു പരസ്പരം മനസ്സിലാക്കുന്ന ഒരു ആൾക്കാരായി മാറാണ്. പക്ഷെ അങ്ങനെ അവർ അടുത്തടുത്ത് വരികയാണ്. പക്ഷെ കാവ്യയുടെ ജീവിതത്തിലും കുറെ പ്രശ്നങ്ങളുണ്ട്. കാവ്യക്ക് പറയാനൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി ഉണ്ട്. അതുപോലെ തന്നെ അർജുന്റെ ഒപ്പം ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് കാവ്യയുടെ പണ്ടത്തെ ഒരു കാമുകൻ വരുന്നത്. ആ കാമുകന് കാവ്യയുടെ ജീവിതം തകർക്കണം എന്നൊരു ലക്ഷ്യം ഉണ്ടായിരിക്കാം. അതുപോലെ അപ്പൊ കാവ്യ എങ്ങനെയാണ് ഇതിനെല്ലാം മറികടന്ന് അർജുനും അതിനെ സഹായിക്കുന്നുണ്ട്, മുന്നോട്ട് ജീവിതം നയിക്കുന്നു എന്നുള്ളത് നമുക്ക് കൊണ്ടുവരാം. ഇനി പറയാണ് അവസാനമായിട്ട് ഞാൻ അവസാനത്തിലേക്ക് എത്താണ് നമ്മുടെ സെഷൻ എന്ന് പറയുന്നത്. അപ്പോ ഞങ്ങള് ഒരു കഥ മുഴുവനായിട്ട് എഴുതാൻ ഒരിക്കലും AI ടൂൾ ഉപയോഗിക്കണമെന്ന് ഒരിക്കലും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതല്ല. കാരണം ഇത് നിങ്ങളെ തന്നെ അത് നമുക്ക് എഴുതുമ്പോൾ മനസ്സിലാവും. ഇപ്പോ രാജു രവിയോട് പറഞ്ഞു എന്നുള്ളത് നമ്മൾ എഴുതുന്നതിന് പകരം AI ടൂളിൽ ഉപയോഗിക്കുമ്പോൾ ചില സന്ദർഭങ്ങളിൽ രാജു രവിയോട് പറഞ്ഞത് എന്തെന്നാൽ അങ്ങനെ രീതിയിൽ കുറച്ച് അച്ചടി ഭാഷ അല്ലെങ്കിൽ വായനക്കാർക്ക് അത്ര അരസികമായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഭാഷകൾ വരാം. ഇത് വായനക്കാരനെ നിങ്ങളുടെ കഥയെ വായിക്കുന്നതിൽ നിന്ന് തന്നെ തടയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും AI ടൂള് മൊത്തത്തിൽ ഒരു കഥ എഴുതാനായിട്ട് ഉപയോഗിക്കുന്നത് ഞങ്ങൾ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അത് നിങ്ങളുടെ കഥ പറച്ചിലിനെയും മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ എഴുതിയിരിക്കുന്ന കഥകളെയും പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാം. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. AI ടൂളിൽ നിങ്ങളൊരു സഹായി അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് ആയിട്ട് കാണുക. നിങ്ങൾ എപ്പോഴെങ്കിലും കഥ എഴുതുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആശയങ്ങൾ പങ്കിട്ടുകൊണ്ട് നിങ്ങളുടെ ഒരു കൂട്ടുകാരന്റെ പോലെ AI ടൂൾ നിങ്ങൾക്ക് കുറച്ച് സഹായങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ആശയങ്ങൾ അങ്ങനെ പറഞ്ഞു തന്ന് നിങ്ങളെ സഹായിക്കുന്നതാണ്. ഇനി നമ്മൾ നാളത്തെ വിഷയങ്ങളിൽ പറയാൻ പോകുന്നതാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് AI ടൂൾ ഉപയോഗിച്ചിട്ട് കൂടുതലായിട്ട് വിജയിക്കാൻ കഴിയുക. അടുത്ത 5 മാസത്തിനുള്ളിൽ നിങ്ങൾ എങ്ങനെയാണ് എന്ത് ടൈപ്പ് ട്രെൻഡിങ് സബ്ജക്റ്റുകൾ എഴുതിയാലാണ് വിജയിക്കാൻ കഴിയുക, എപ്പോഴും വിജയിക്കുന്ന പ്ലോട്ട് ഐഡിയകൾ എന്തൊക്കെയാണ്, പിന്നെ നിങ്ങൾ അടുത്ത മാസത്തിൽ കൂടുതൽ സമ്പാദിക്കാനുള്ള അല്ലെങ്കിൽ വിജയിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണെന്നാവും നമ്മൾ നാളെ ചർച്ച ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോ നമുക്ക് നമുക്ക് ചാറ്റ് ബോക്സ് ഞാൻ ആക്കാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്നോട് ചോദിക്കാം. നിങ്ങളുടെ എന്താ അഭിപ്രായങ്ങൾ എന്നോട് ചോദിക്കാവുന്നതാണ്. താങ്ക് യു സനിഷ. AI എന്ന് ഉദ്ദേശിക്കുന്നത് ചാറ്റ് GPT മാത്രമല്ല, അതുപോലത്തെ കുറെ അധികം ടൂൾസ് ഉണ്ട്. ജെമിനി AI അങ്ങനെ നമുക്ക് നോക്കുകയാണെങ്കിൽ പല 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 ടൂളുകളുണ്ട്. അതിൽ ഏത് ടൂൾ വേണമെങ്കിലും നിങ്ങൾക്ക് ആവശ്യാനുസൃതം ഉണ്ടാക്കാം, ഉപയോഗിക്കാവുന്നതാണ്. താങ്ക് യു. താങ്ക് യു ഐശ്വര്യ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ? കഥയുടെ മികവ് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. ചില സന്ദർഭങ്ങളിൽ കണ്ടിട്ടുണ്ട് രചയിതാക്കള് ചിലപ്പോൾ മാസത്തിൽ ഒരിക്കലൊക്കെ ആവും കഥയുടെ ഒരു പാർട്ട് പോസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞിട്ടാവും അടുത്ത പാർട്ട് പോസ്റ്റ് ചെയ്യുക. അങ്ങനെയുള്ളപ്പോ വായനക്കാർക്ക് നിങ്ങളുടെ മേലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കാരണമാണ്. മലയാളത്തില് പ്രോംപ്റ്റ് ടൂൾസ് ഒരുവിധ AI ടൂൾസ് ഒക്കെ നൽകും. പക്ഷെ എന്നിരുന്നാലും നിങ്ങളെ ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞതുപോലെ മലയാളത്തില് അവരുടെ ഈ AI ടൂളുകൾ തരുന്ന ഭാഷ അത്ര മികച്ചതാണെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് AI ടൂളുകൾ ഉപയോഗിക്കുക. ചിലപ്പോൾ താങ്കൾ തുടർച്ചയായിട്ട് എഴുതുന്നുണ്ടാവില്ല രഞ്ജു. തുടർച്ചയായിട്ട് എഴുതാതിരിക്കുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ പ്രൊമോഷൻസ് ചെയ്യാതിരിക്കുന്നതായിരിക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് തന്നെ ഈ പ്രതിലിപിയിൽ തന്നെ കൂടുതൽ വരുമാനം നേടുന്ന രചയിതാക്കൾക്ക് വേണ്ടി ചർച്ച ചെയ്യാം, അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് പിന്തുടരുന്നത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്.
എന്ന് ഉദ്ദേശിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതായത് ഒരു നിർമ്മിത ബുദ്ധി പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ പ്രോംപ്റ്റിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ എല്ലാവരും ഉദ്ദേശിക്കുന്നത്, നിങ്ങളൊരു സൂചന പോലെ നൽകുകയാണ്, ഇതാണ് എനിക്ക് വേണ്ടതെന്ന്. അപ്പോ AI ടൂള് നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചത് അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. AI ടൂളുകൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ ചോദ്യം പോലെയാണ് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നത്. അതാണ് ഞാൻ ഉദ്ദേശിച്ച പ്രോംപ്റ്റ് എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള ആശയം നിങ്ങൾക്ക് AI ടൂളായിട്ട് പങ്കുവയ്ക്കാം. അപ്പൊ AI ടൂള് ഇങ്ങനെ ശരിയാണോ എന്നുള്ള രീതിയിൽ, അപ്പൊ AI ടൂള് നിങ്ങൾക്ക് അതിന് ആൻസർ ആയിട്ട് പറയും. ഫോട്ടോ എടുക്കാവുന്നതാണ്. AI ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള, അതാണ് ഞാൻ പറഞ്ഞ കവർ ഇമേജ് എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ കഥയായിട്ട് ബന്ധപ്പെട്ട ഒരു ആശയം നിങ്ങൾക്ക് കൊടുത്തിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് കവർ ഇമേജ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോറി, വിഷ്വൽ പോലെ നിങ്ങൾക്ക് വിഷ്വൽ പോലെയൊക്കെ ആക്കാവുന്നതാണ്. പക്ഷെ ഞങ്ങൾ എപ്പോഴും പ്രതിലിപിയിൽ കഥകൾ പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ഇമേജസ് ചേർക്കുന്നതിന് അത്ര പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇത് ചില സന്ദർഭങ്ങളിൽ വായനക്കാർക്ക് വായിക്കാൻ ബുദ്ധിമുട്ട് നേരിടുന്നു എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഇപ്പോ നമുക്ക് അങ്ങനെ റൈറ്റേഴ്സ് ഗ്യാപ്പ് വരികയാണ്. അപ്പൊ നമുക്കറിയാം നമുക്ക് നമ്മുടെ ഉള്ളിൽ എഴുതണം എന്നുണ്ടായിരിക്കാം, പക്ഷെ ഇനി എന്താ ഞാൻ എഴുതണ്ടേ എന്നുള്ള ഒരു കാരണം കൊണ്ടായിരിക്കും നമുക്ക് ഒരു ഗ്യാപ്പ് വരുന്നത്. ആ സന്ദർഭങ്ങളിൽ നമുക്ക് തന്നെ ടൂളുമായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് കുറച്ച് നമുക്ക് തന്നെ ഒരു ഐഡിയാസ് കിട്ടും. അപ്പൊ നമ്മുടെ ഉള്ളിലത്തെ ആ ബ്ലോക്ക് മാറി നമുക്ക് തന്നെ തുടർന്ന് എഴുതാൻ തോന്നും. ഇപ്പോ കെ ശശി സാർ പറഞ്ഞത് പോലെയാണെങ്കിൽ ഇപ്പോ നാടൻ രീതിയിൽ എങ്ങനെ ഉപയോഗിക്കാം, ഇപ്പൊ സാർ എന്നോട് ചോദിച്ചിട്ടുള്ളത് തന്നെ ഒരു AI ടൂളിനോട് ചോദിക്കാവുന്നതാണ്. ഒരു പ്രദേശത്തെയും അതെനിക്ക് മനസ്സിലായില്ല. ഫോട്ടോ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ് അഞ്ജന. നമ്മുടെ പോസ്റ്റ് സെക്ഷൻ വീഡിയോ അജൂസ് പറഞ്ഞ ആശയം ഞങ്ങളുടെ ടീമുമായിട്ട് സജഷൻ ഞാൻ പറയുന്നതാണ്. കിട്ടുന്നു റെക്കമെൻഡേഷൻ സിസ്റ്റത്തെ ചിലപ്പോൾ ബാധിച്ചേക്കാം. അതായത് കൂടുതൽ വായനക്കാരിലേക്ക് നിങ്ങളുടെ കഥകൾ പോകുന്നതനുസരിച്ച് റെക്കമെൻഡേഷൻ സിസ്റ്റത്തിലേക്ക് നിങ്ങളുടെ രചനകളും പോകുന്നു. അതിലേക്ക് 50 രൂപയിൽ കൂടുതൽ നിങ്ങളുടെ വരുമാനം ആകുമ്പോൾ നിങ്ങളുടെ കൂടുതൽ വായനക്കാരിലേക്ക് നിങ്ങളുടെ വരുമാനം നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നതാണ്, നിങ്ങൾ ചേർക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക്. എയോട് പൂർണ്ണമായിട്ട് ഫുൾ കഥ പറയണമെന്നില്ല, പകരം നിങ്ങളൊരു സമ്മറി പോലെ അല്ലെങ്കിൽ ഒരു ഷോർട്ടായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കഥ ഒരു ആശയം മാത്രമായിട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങളുടെ കഥാപാത്രങ്ങളുടെ പേരുകൾ അത് ചിലപ്പോൾ നിങ്ങൾ കഥയെ കുറിച്ച് പറയുമ്പോൾ തന്നെ ടൂള് ചോദിക്കും നിങ്ങളുടെ മെയിൻ സ്റ്റോറി കഥയുടെ മെയിൻ ക്യാരക്ടേഴ്സിന്റെ പേരെന്താന്ന്. അപ്പൊ നിങ്ങൾക്ക് അതും കൊടുത്ത് കൂടുതലായിട്ട് ഒരു ചർച്ച ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. വൈശാഖ് കൂടുതലായിട്ട് എഴുതുമ്പോൾ വരുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും റൈറ്റേഴ്സ് ബ്ലോക്ക് ആണ് നേരിടുന്നെങ്കിൽ ഇതുപോലെ AI ടൂളുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ പ്രോംപ്റ്റ്സ് കൊടുത്ത് നിങ്ങൾക്ക് വരുന്ന മറുപടിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് കഥ മെച്ചപ്പെടുത്താൻ കഴിയുന്നതാണ്. പിന്നെ എനിക്കറിയാം ചില സന്ദർഭങ്ങളിൽ നമുക്ക് എഴുതുമ്പോൾ അത്ര വായനക്കാർ വന്നൊന്നും വരില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഇത്രയധികം കഷ്ടപ്പെട്ട് എഫേർട്ട് ഇട്ടിട്ടും എനിക്ക് എന്തുകൊണ്ട് വായനക്കാർ വരുന്നില്ല എന്നുള്ള ദുഃഖമൊക്കെ വരാം നിങ്ങൾക്ക് ചില സന്ദർഭങ്ങളിൽ. പക്ഷെ നിങ്ങൾ വിഷമിക്കരുത്. പ്രതിലിപിയിലെ ഏത് മികച്ച രചയിതാവിനെ എടുത്താലും തുടക്കം അവരുടെ ഇതുപോലെ തന്നെയായിരിക്കും. പക്ഷെ അവരില് പലരും ഇപ്പൊ വലിയ വലിയ രചയിതാക്കളാണ്. അപ്പോ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളുടെ എഫേർട്ടിന് എങ്ങനെയായാലും ഒരു വില കിട്ടിയിരിക്കും, ഒരു കുറച്ച് കാലം എടുത്താലും. ഇല്ല, AI തയ്യാറാക്കുന്ന ചിത്രങ്ങൾ നിങ്ങൾക്ക് പ്രസിദ്ധീകരിക്കാവുന്നതാണ്. ഫോളോവേഴ്സ് കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതാണ്. ഫോളോവേഴ്സിന്റെ എണ്ണം മാത്രമല്ല, നിങ്ങളുടെ കഥകൾ എത്ര പേര് വായിക്കുന്നു അതിനൊക്കെ അനുസരിച്ചിരിക്കും.
ടൂൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഈ ആശയം എന്താണ് ഇനി മുന്നോട്ട് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് ഡിസ്കസ് ചെയ്ത്. പക്ഷെ ഞങ്ങളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഒരിക്കലും ടൂൾ തരുന്ന കഥ അതേപടി പകർത്തരുത്. ജസ്റ്റ് നിങ്ങളുടെ ഒരു ആശയം അറിയുന്നതിന് വേണ്ടി മാത്രമേ ടൂൾ ഉപയോഗിക്കാം. എനിക്ക് ഇങ്ങനെ ഒരു ഡൗട്ട് ഉണ്ട്, ഇങ്ങനെ മുന്നോട്ട് പോയ കഥ എങ്ങനെയാക്കാം, അങ്ങനെ കുറച്ച് ആശയങ്ങൾ പങ്കുവെക്കാൻ മാത്രം, അല്ലെങ്കിൽ ആശയങ്ങളെ കുറിച്ചുള്ള ഒരു സംശയങ്ങൾ മാറ്റാൻ വേണ്ടി മാത്രമേ ടൂളുകൾ ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞു ടൂൾ ഉപയോഗിക്കരുത് മൊത്തത്തിൽ എഴുതാനായിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ അങ്ങനെ വരുമ്പോൾ മാത്രം. നിങ്ങൾക്ക് തന്നെ അറിയാം, ടൂളുകൾ ഉപയോഗിച്ചിട്ട് ഒരു കഥ ഫുള്ളായിട്ട് എഴുതുന്നതും ഒരു രചയിതാവ് സ്വന്തം സൃഷ്ടിയായിട്ട് എഴുതുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. വായനക്കാരിലേക്ക് കൂടുതലായിട്ട് എപ്പോഴും ഇഷ്ടപ്പെടുക രചയിതാവ് സ്വന്തം ഭാഷയിൽ എഴുതുന്ന ഇതാവും. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചർച്ച ചെയ്യാനുള്ള ഒരു കൂട്ടുകാരൻ അല്ലെങ്കിൽ ഒരു സഹായിയായി മാത്രം നമ്മൾ ടൂളിനെ കാണും. ഫോളോവേഴ്സിന്റെ എണ്ണത്തിനനുസരിച്ചല്ല ഇതില് ഉണ്ടായിരിക്കുക. നിങ്ങൾക്ക് കൂടുതൽ വായനക്കാരിലേക്ക് എത്തുന്നതനുസരിച്ച് നിങ്ങളുടെ കഥകളും റെക്കമെൻഡേഷൻ സിസ്റ്റത്തിലേക്ക് കയറുന്നതാണ്. അങ്ങനെ നിങ്ങളുടെ കഥകളും വരുന്നതാണ്. ഏതാണ് ടൂളുകളാണ് ചാറ്റ് ജിപിടി, അങ്ങനെ പല പല ടൂളുകൾ ഉണ്ട്. നിങ്ങൾക്ക് തന്നെ ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് തന്നെ കാണാൻ കഴിയുന്നതാണ്. നിങ്ങൾക്ക് ഈ സെഷനെ പറ്റിയിട്ടില്ലാത്ത ബാക്കിയുള്ള ഡൗട്ടുകളൊക്കെ നിങ്ങൾക്ക് മലയാള പ്രതിലിപിയിലേക്ക് എഴുതി അറിയിക്കാവുന്നതാണ്. ചിത്രങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. ഇല്ല, നിങ്ങൾക്ക് കഥ ചുരുക്കിയിട്ട് ഒരു ആശയം മാത്രമായിട്ട് കൊടുത്തതിന് ഒരിക്കലും പ്ലഗറിസത്തിൽ അത് വരുന്നതല്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പ്രൊമോട്ട് ചെയ്യാൻ കഴിയുന്നതാണ് കൂടുതലായിട്ട്. പിന്നെ നിങ്ങൾക്ക് FB പേജിലേക്കോ അങ്ങനെ ഷെയർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ സ്റ്റോറീസ്. പരിശോധിച്ച ശേഷം ഞങ്ങളുടെ പോളിസികൾക്ക് വൈരുദ്ധ്യം അല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ അത് പോസ്റ്റ് ചെയ്യണം. ഇതെല്ലാം നിങ്ങളെ ഈ ഒരു സെഷനായിട്ട് ബന്ധപ്പെടാത്ത ചോദ്യങ്ങള് ദയവായി മലയാള പ്രതിലിപിയിലേക്ക് ചോദിക്കാമോ? ഫോളോവേഴ്സ് ഇല്ലാത്തവർക്കും ലിപിയിൽ പ്രൊമോഷൻ ഫോളോവേഴ്സ് ഇല്ലാത്തവർക്ക് ലിപിയിൽ പ്രൊമോഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഫോളോവേഴ്സ് ഇല്ലാത്തവര് വിഷമിക്കേണ്ടതില്ല. നിങ്ങൾക്കും തുടർച്ചയായി എഴുതുന്നതിലൂടെ ഫോളോവേഴ്സ് ലഭിക്കുന്നതാണ്. നിങ്ങൾക്കും ഈ ഇതിലെ തന്നെ മികച്ച രചയിതാക്കളോട് വേണമെങ്കിൽ സഹായം അഭ്യർത്ഥിക്കാവുന്നതാണ്. അല്ലെങ്കിൽ തുടർച്ചയായി എഴുതുന്നതിലൂടെ മികച്ച രചനകളിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഫോളോവേഴ്സ് ലഭിക്കുന്നതാണ്. ലിബിയുടെ റെക്കമെൻഡേഷന് എന്ന് പറയുന്നത്, നിങ്ങൾ എഴുതി തുടങ്ങുകയാണ്, നിങ്ങളുടെ മികച്ച രചനയാണ്, നിങ്ങൾക്ക് കൂടുതൽ വായനക്കാർ ലഭിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ നിങ്ങളുടെ രചനകളും റെക്കമെൻഡേഷൻ സിസ്റ്റത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. വൈദേഹി എനിക്ക് മനസ്സിലായില്ല. റേറ്റിംഗും റിവ്യൂസും കുറയുന്നതും ഈ റെക്കമെൻഡേഷൻ സിസ്റ്റത്തിനെ ബാധിച്ചേക്കാം. നിങ്ങളുടെ സ്റ്റോറി അതിലേക്ക് പോകുന്നത്. സീസൺ 2 ഒന്നില്ലെങ്കിൽ ആ സ്റ്റോറിയുടെ തന്നെ അടിയിലായിട്ട് നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. സീസൺ 2 എന്നുള്ള രീതിയിൽ ആ രചനയുടെ മുകളിലായിട്ട് സീസൺ 2 എന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ നിങ്ങൾക്കത് വേണമെങ്കിൽ രണ്ടാമത് വേറൊരു കഥയായിട്ട് പേരിൽ സീസൺ 2 ആ രചനയുടെ പേര് തന്നെ ചേർക്കാം. വേണമെങ്കിൽ വേറൊരു കഥയായിട്ടും പോസ്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഏത് ടൂൾ വേണമെങ്കിലും താങ്കൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ശ്രുതി. റേറ്റിംഗുകൾ ഇടാൻ നിങ്ങൾക്ക് അഭ്യർത്ഥിക്കാവുന്നതാണ് നിങ്ങളുടെ വായനക്കാരോട്. റേറ്റിംഗും അതുപോലെ റിവ്യൂസും വരുന്നത് നിങ്ങളുടെ കഥേനെ കൂടുതൽ
മികച്ചതാക്കാനും പ്രോത്സാഹിപ്പിക്കാനും കാരണമാവുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഉം, ജനനി ന്യൂസ്, അതായത് AI ടൂളുകൾ ഉപയോഗിച്ചിട്ട് എഴുതുന്ന രചയിതാക്കളും അതുപോലെ തന്നെ നോർമലായിട്ട് ഒരു എഴുതുന്ന ആൾക്കാരുടെ രചനകൾ തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ഞങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു കണ്ടെത്തലുകളിൽ AI ടൂൾ ഉപയോഗിച്ച് രചന എഴുതുന്ന രചയിതാക്കളുടെ ഒക്കെ അത്രയ്ക്കധികം ഫോളോവേഴ്സ് ഇല്ല എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. മാത്രമല്ല അത് അത്ര ഒരു ബോറിംഗ് ആയിട്ടായിരിക്കും വായനക്കാർക്ക് തോന്നുക. അതിലെ ഭാഷകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ചിലയിടങ്ങളിലൊക്കെ ഗ്രാമർ മിസ്റ്റേക്കും അങ്ങനെ പലതും കാണാൻ കഴിയുന്നതാണ്. ഞങ്ങൾ ഒരിക്കലും AI ടൂൾ ഉപയോഗിച്ചിട്ട് എഴുതാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഞങ്ങൾ AI ടൂളിനെ ഒരു സഹായി അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് മാത്രമായിട്ട് ഉപയോഗിക്കാനാണ് പറയുന്നത്. ഒരിക്കലും AI ടൂൾ ഉപയോഗിച്ച് കഥകൾ മുഴുവനായിട്ട് എഴുതുന്നവരെ ഞങ്ങൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നതല്ല. അത് വായനക്കാർക്ക് തന്നെ വളരെ ഒരു 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 രസമില്ലാത്തൊരു കഥയായിട്ട് തോന്നാവുന്നതാണ്. ആ, ആദ്യമായിട്ട് എഴുതുന്ന രചയിതാക്കളും വിഷമിക്കേണ്ടതില്ല. നിങ്ങളുടെ രചനകള് തുടർച്ചയായിട്ട് നിങ്ങൾ എഴുതുന്നതിലൂടെ, മികച്ചതായിട്ട് നിങ്ങൾ എഴുതുന്നതിലൂടെ കൂടുതൽ വായനക്കാരിലേക്ക് എത്താനും അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ സിസ്റ്റത്തിലേക്ക് എത്താനും കാരണമാവുന്നതാണ്. വിഷമിക്കേണ്ട. റേറ്റിംഗ് ഇടാനും റിവ്യൂ ഇടാനും ഇടുന്നില്ല എന്ന് വിഷമിക്കുന്ന രചയിതാക്കളും വിഷമിക്കേണ്ടതില്ല. നിങ്ങളെ കൂടുതലായിട്ട് എഴുതുന്നതിലൂടെ വായനക്കാർ നിങ്ങൾക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ റേറ്റിംഗും റിവ്യൂ ഒക്കെ അവരും ചേർക്കുന്നതാണ്. പറ്റാൻ വിഷമിക്കേണ്ടതില്ല. നിങ്ങളെ ഇനിയും എഴുതിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ചില സന്ദർഭങ്ങളിൽ നമുക്ക് തോന്നാം എന്റെ എഫേർട്ട് ഒന്നിനും ഞാൻ വിചാരിച്ച എത്ര വില കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ അങ്ങനെയല്ല. താങ്കൾക്ക് ഇപ്പൊ തോന്നുന്നതായിരിക്കില്ല. ചില സന്ദർഭങ്ങളിൽ കുറച്ച് സമയം എടുത്തേക്കാം. എന്നാലും തീർച്ചയായും താങ്കളുടെ ഡെഡിക്കേഷനും താങ്കൾ ചെയ്തിട്ടുള്ള ആ ഒരു എഫേർട്ടിനും വില കിട്ടുന്നതാണ് ഒരു കുറച്ച് നാൾ കഴിഞ്ഞ് എടുത്താൽ. ഞങ്ങളെ തുടർച്ചയായിട്ട് മോശരചനകളെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ജനനി വായനക്കാര് കൂടുതലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി താങ്കളുടെ വരുമാനവും കൂടുന്നതാണ് ഉഷ. ഞാൻ AI ടൂളിനെ ഉപയോഗിച്ചിട്ട് ഞാനോ പ്രതിലിപിയോ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല AI ടൂൾ ഉപയോഗിച്ചിട്ട് എഴുതുന്നതിനായിട്ട്. ഞാൻ പറഞ്ഞത് ജസ്റ്റ് AI ടൂള് നിങ്ങൾക്കൊരു സുഹൃത്തോ അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് ആയോ നിങ്ങൾക്ക് റൈറ്റേഴ്സ് ബ്ലോക്ക് വരുമ്പോൾ നമുക്ക് ഉപയോഗിക്കാമെന്ന് മാത്രമാണ്. പ്രതിലിപി FM കുറിച്ചുള്ള കാര്യങ്ങള് പ്രതിലിപി മലയാളം FM@പ്രതിലിപിയിലേക്കോ അങ്ങനെ നിങ്ങൾക്ക് അയച്ചു ചോദിക്കാവുന്നതാണ്. രേഷ്മ പറഞ്ഞതുപോലെ തന്നെ പുതിയ ആൾക്കാർ ആരും വിഷമിക്കരുത്. നമ്മൾ തുടർച്ചയായിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. നമ്മൾ ഒരു ദിവസം പോലും വിടാതെ എഴുതാൻ ശ്രമിക്കുക. നമുക്ക് ചിലപ്പോ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഫോളോവേഴ്സ് ഇല്ല, അപ്പൊ ഞാൻ ഇനി എഴുതില്ല അങ്ങനെയൊക്കെ വിഷമിക്കുന്ന രചയിതാക്കളെ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മൾ കൺസിസ്റ്റൻസി ഈസ് ദ കീ. നമ്മളത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതിക്കൊണ്ടിരിക്കുക. അതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വായനക്കാരിലേക്ക് എത്താൻ കഴിയുന്നതാണ്. ഗൂഗിൾ വഴി നിങ്ങൾക്ക് AI ടൂളുകളുടെ പേരുകൾ സെർച്ച് ചെയ്ത് നോക്കാൻ കഴിയുന്നതാണ്. അങ്ങനെ സെർച്ച് ചെയ്തിട്ട് അവിടെ പോയി നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോംപ്റ്റുകൾ കൊടുക്കാവുന്നതാണ്.
അപ്പോ നമ്മുടെ സംശയങ്ങളുടെ ഒരു മഴ ഒന്ന് തോർന്ന പോലെയുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാമെന്ന് ഞാൻ കരുതാണ്. ഇതുവരെ കേട്ടിരുന്ന എല്ലാ എന്റെ രചയിതാക്കൾക്കും, എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി.